ഹലോ ആദ്യം തന്നെ നിങ്ങൾ 3 പരീക്ഷ കഴിഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോ എക്സാം എന്നുള്ള ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നതും അതുപോലെ ഒരുപാട് കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്ന് മനസ്സിലാകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം +2-ലെത്തിയ മക്കൾ ആദ്യമായി ഇത്രയും ആശ്വാസത്തോടെ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷാകാലം ഉണ്ടായിട്ടില്ല എന്നാണല്ലേ. നിങ്ങളുടെ +1 മുതൽ മോഡലും ഫൈനലും പിന്നുള്ള +2 ക്രിസ്മസും എല്ലാം എന്തായിരുന്നു, അത്യാവശ്യം ടഫായിരുന്നു. പക്ഷേ ഇത്തവണ എന്താണ്, മിക്ക പരീക്ഷകളും നല്ല എളുപ്പത്തിലാണ് വന്നത്. എസ്പെഷ്യലി ഏറ്റവും ടഫാവുന്ന ഫിസിക്സും മാത്സും എന്താ പറയുക, ആ സ്ഥിരം ചോദ്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. ബയോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ട്വിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും ഒന്ന് ആഞ്ഞിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള കോൺഫിഡൻസ് ഒരുപാട് കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളൊരു ചോദ്യം ഇതാണ്, സാറേ മോഡൽ എക്സാം എളുപ്പമായതുകൊണ്ട് ഫൈനൽ എക്സാം ടഫാവും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവായിരിക്കും കഴിഞ്ഞ വർഷത്തെ മാത്സിൻ്റെ അവസ്ഥ അല്ലേ. മോഡൽ എക്സാം സാധാ പാറ്റേണും ഫൈനൽ എക്സാം വൺ ട്വിസ്റ്റഡ് പാറ്റേൺ. ഞാനൊക്കെ വീഡിയോ ചെയ്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഞാൻ ഒത്തിരി അധ്യാപകരോട് സംസാരിച്ചു. അപ്പോൾ ഇത് വീണ്ടും ഞാൻ പറയാണ്, ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. തെറ്റിപ്പോയാൽ എനിക്ക് എന്നെ എയറിലാക്കരുത്. അതായത് ഇത്തവണ വല്ലാതെ +2 എക്സാം ടഫാവില്ല എന്നാണ് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്തുണ്ട്, +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. ഇത് രണ്ടും വലിയ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് കുറയും. മാർക്ക് കുറഞ്ഞാൽ ഒബ്വിയസ്ലി അത് നിങ്ങളെ കീം അഡ്മിഷനും കാര്യത്തിനൊക്കെ ബാധിക്കും. അതെന്തായിരിക്കും, സർക്കാരിന് ചീത്തപ്പേരാവുന്നൊക്കെയുള്ള രീതിയിൽ വല്ലാതെ ടഫാക്കണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ടഫാക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങൾ കുറിച്ച് വെക്കുക. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഈ ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് നിരന്തരം വീഡിയോസ് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത മക്കൾക്ക് മുഴുവൻ എന്തായിരിക്കും, ഈ വരുന്ന മോഡൽ എക്സാമിന്, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് മാത്രമല്ല വരുന്ന പബ്ലിക് എക്സാമിനും ഫുൾ മാർക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഉദാഹരണത്തിന് മാത്സിൻ്റെ കേസിൽ ഷാമിൽ സാറ് 2 ലൈവ് ഉണ്ട്. ഒന്ന് കാൽക്കുലസും ഒന്ന് നോൺ കാൽക്കുലസും. ഇത് രണ്ടും നിങ്ങൾ ഇരുന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ ഇത്തവണ മാത്സിൽ 60-ൽ 60ആണ്. അപ്പം ആ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അതായത് എല്ലാം അവസാനിച്ചു എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല ഇതിൽ. എന്നെ കൊണ്ട് ഇനിയൊന്നും നടക്കൂല, ലാബൊക്കെ കാരണം പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു, പരീക്ഷ ടഫാണെങ്കിൽ. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, പറയാനുള്ളത്, ഇവരിനി എത്ര ടഫാക്കി കഴിഞ്ഞാലും ഈ ഷുവർ ക്വസ്റ്റ്യനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, 50 മാർക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും 60-ൽ. അതേറ്റവും ആദ്യം. അതായത് നിങ്ങൾക്ക് എന്താണ് 21-ന് മോഡൽ എക്സാം കഴിഞ്ഞാലും പിന്നെ ഓൾമോസ്റ്റ് 1 മാസത്തോളം എന്തുണ്ട് നിങ്ങൾ പരീക്ഷാക്കാലാണ്. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ അതിനുള്ള കറക്റ്റ് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണ് മോഡൽ എക്സാമിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷ നഷ്ടപ്പെടരുത്, നിരാശരാവരുത്. നമുക്കെന്താണ്, പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. കുറേ ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സാറേ എന്താണ് ഇതുവരെ പഠിച്ചിട്ടൊന്നും മെനയായിട്ടുണ്ടായത്, ഇപ്പം മെല്ലെ റെഡിയായി വരുന്ന പോലെ തോന്നുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഹോപ്പ്ഫുൾ ആവാ. നമ്മളിത് തകർക്കുക തന്നെ ചെയ്യും. നമ്മളെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് ഈ വരുന്നത്. ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ വാങ്ങും എന്നുള്ളത് നിങ്ങളിപ്പം മനസ്സ് തീരുമാനിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ എന്തുണ്ടായിരുന്നു, മാത്സ് എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ +2കാരൻ പറഞ്ഞത്, സാറേ ജീവിതത്തിൽ ഇത്ര എളുപ്പമുള്ള മാത്സ് എക്സാം എഴുതിയിട്ടില്ല, ഭയങ്കര നന്നായിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ ഒരു 2 മണിക്കൂർ ഞാൻ പറഞ്ഞു, സാറേ കുറച്ചൊക്കെ പാളിയിട്ടുണ്ട്, ചില ക്വസ്റ്റ്യനൊക്കെ തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയിടാ, ഞാൻ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എന്താണ് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. അതായത് ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ബാക്കി വേറെ എന്ത് സൊല്യൂഷനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് തന്നെയാണ്. അതിലെന്താണ്, നിങ്ങൾക്ക് ഈ എളുപ്പമുള്ള 50 മാർക്കിൻ്റെ ചോദ്യം പ്ലസ് ടഫ് ആവാൻ പോകുന്ന 10 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ A+ ലെവൽ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. ആൻഡ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഞാൻ പറയണേ, ഏതെങ്കിലും ഒരു ക്രാഷിന് എന്ത് ചെയ്യണം, +2-ന് ശേഷം ജോയിൻ ചെയ്യണം. കാരണം ആ ക്രാഷാണ് ഏത് കോളേജിൽ നിങ്ങൾ പഠിക്കും തീരുമാനിക്കാൻ പോകുന്നത്. നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ഇതൊന്നും അല്ലെങ്കിൽ CUT ക്രാഷ് ആയിക്കോട്ടെ. അപ്പോൾ ഈ 3-ൽ ഏതിനെങ്കിലും നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ബൂസ്റ്റർ എന്താണ്, നിങ്ങൾക്ക് ഫ്രീ ആണ്. അതും ഫുൾ എമൗണ്ട് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട. ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബൂസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. വേഗം തന്നെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് സെറ്റാണ്. നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ. ഇനി ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാണ് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാക്കൽറ്റീസ് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ അധ്വാനം, ഷാമിൽ സർ ഓൾറെഡി പലതവണ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല കമൻ്റായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ പ്രോത്സാഹനം തരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇന്നലെ അഖിൽ സാറുടെ കേസിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്തായിരുന്നു, പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
വാക്സിനേഷൻ ഒക്കെ ആ ടെൻഷനിലാണ് മൂപ്പര് ക്ലാസ് എടുത്തത്. ബിലാൽ സർ ഒട്ടും വയ്യ. എനിക്ക് വന്നത് 4-5 വർഷമായിട്ട് ബിലാൽ സർ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത്രയും എനർജി കുറഞ്ഞ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും പുലച്ചക്ക് 4 മണിക്കാണ് ഈ ചാനലിൽ അപ്ലോഡ് ആയത്. ആദ്യമായിട്ടായിരിക്കും എജ്യൂപോഡിൻ്റെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡിസൈനർ ടീമും എഡിറ്റേഴ്സൊക്കെ ഉറങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും മക്കളെ, ഇതാണ് എജ്യൂപോർട്ട് ആക്കിയതെന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം അധ്യാപകരുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ്. അപ്പം എല്ലാവിധ അഭിനന്ദനം നിങ്ങളുടെ പേരിൽ ഞാൻ ഈ ടീച്ചേഴ്സിന് കൊടുക്കുകയാണ്. നന്ദിയും. അതേപോലെ തന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും പേരെടുത്ത് പറയേണ്ട ഒരാളാണ് നമ്മളെ സുഹൈൽ സർ. മൂപ്പരാണ് ഓരോ വീഡിയോയും എന്ത് പോകണമെന്നും എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇത് കോർഡിനേറ്റ്. ഇത്രയും കാലം ഞാനൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സുഹൈൽ സർ എന്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ +2 പരീക്ഷ കഴിയുമ്പോൾ 680 മാർക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. ആ 680 എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളത് പറയാണ്. ആൻഡ് ഈ സെയിം സംഭവം എജ്യൂപോർട്ടിൻ്റെ +2 ക്ലാസ്സുകൾക്ക് മാത്രമല്ല, ഈ സെയിം സംഭവമാണ് ഞങ്ങളെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ വർഷം നിങ്ങൾ മനസ്സിലാക്കണം, 25-30 വർഷം ഏജുള്ള സ്ഥാപനങ്ങളും അതേപോലെ 4-5 വർഷമായ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ വർഷം ഇവരാർക്കും ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. തികച്ചും ആവറേജ് കുട്ടികളെ കൊണ്ട് നല്ല റിസൾട്ടിലേക്ക് എത്തിച്ചു. എന്താണോ ഈ +2 ചാനലിൽ ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റേഴ്സിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അടുത്ത വർഷം എന്ത് ചെയ്യുക ചെയ്യാൻ പോകുന്നതും. സോ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നല്ല റാങ്കാണ് ഉദ്ദേശമെങ്കിൽ എജ്യൂപോർട്ടിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, +2 നമുക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടെടുത്തുനിന്ന് ഇത് ശരിയാവുന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. 21-ാം തീയതി വരെ നിങ്ങൾ ബിസി ആയിരിക്കും എന്നറിയാം, അതായത് പഠിക്കുന്ന എനിക്കറിയാം. പക്ഷേ 21-ന് ശേഷമുള്ള 10 ദിവസം വളരെ വളരെ ക്രിറ്റിക്കലാണ്. പഠിക്കുമെന്ന് ഇപ്പം തീരുമാനിക്കാം, എങ്ങനെ പഠിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു സന്തോഷ വാർത്ത മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യാം. +2 എക്സാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും, ജീവിതം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സോ ബൈ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.